Karthik Tyagi and the bowler, bowling 145 plus km per hour regularly, bowling in middle and end overs, Yorker after Yorker. They thought he was gone. Tyagi returns breathing fire. അവർ കരുതിയത് അയാൾ അവസാനിച്ചെന്നാണ്. പക്ഷേ കാർത്തിക് ത്യാഗി എന്ന ബോളർ തിരിച്ചു വന്നത് ഒരു തീയുണ്ട കണക്കെയാണ്. സംശയമുണ്ടെങ്കിൽ ഈ IPL-ലെ ത്യാഗിയുടെ പന്തുകൾ കണ്ടാൽ മാത്രം മതി. കഴിഞ്ഞ ദിവസം സഞ്ജു സാംസന്റെ കുറ്റി തെറിപ്പിച്ച ആ പന്ത് ഒന്ന് കണ്ടാൽ മാത്രം മതി. കൂറ്റനടിക്കാരായ ഡെവാൽ ബ്രേവിസിനെയും സർഫറാസിനെയും എല്ലാം മെരുക്കിയ പന്തുകൾ മാത്രം കണ്ടാൽ മതി. 2025 IPL-ൽ അദ്ദേഹം അൺസോൾഡ് ആയിരുന്നു. 2022-23 കാലഘട്ടത്തിൽ ഇഞ്ചേർഡായി സീസൺ നഷ്ടപ്പെട്ടതാണ്. അതിനുശേഷം കം ബാക്ക് ഇൻ IPL 2026 ബോൾസ് 145 plus km per hour. ദിസ് ഈസ് കാർത്തിക് ത്യാഗി ഫോർ യു. മുമ്പ് IPL-ൽ വന്ന സമയത്ത് ഇന്ത്യൻ ബ്രഡ്ലി എന്നൊരു വിളിപ്പേരുണ്ടായിരുന്നു കാർത്തിക് ത്യാഗിക്ക്. ഈ ആക്ഷനല്ല, ഇതിനു മുമ്പത്തെ ആക്ഷൻ, അതായത് ആ സമയത്തെ ആക്ഷന്, വന്ന കാലത്തെ ആക്ഷന് ഏതാണ്ട് ബ്രഡ്ലിയുടേതുപോലെ സമാനമായ ആക്ഷനായിരുന്നു. അണ്ടർ 19 തലത്തിൽ ഈ ബ്രഡ്ലി ആക്ഷനും വെച്ചുകൊണ്ട് എതിരാളികളെ എറിഞ്ഞിട്ട ഒരു കാലമുണ്ടായിരുന്നു ത്യാഗിക്ക്. പക്ഷെ പിന്നീട് പരിക്ക് അദ്ദേഹത്തെയും കൊണ്ടുപോയത് 3-4 വർഷത്തെ വനവാസത്തിലേക്കാണ്. തിരിച്ചു വരുന്നതോ ഈ ഒരു ഫയറുമായി. ഈ ഫയറിന്റെ ആഴമറിയാൻ നേരത്തെ പറഞ്ഞതുപോലെ സഞ്ജു സാംസനെ പുറത്താക്കിയ ആ പന്ത് നമുക്കൊന്ന് എടുക്കാമെന്ന് തോന്നുന്നു. കഴിഞ്ഞ മത്സരത്തിലെ സെഞ്ചുറിക്ക് പിന്നാലെ ചെന്നൈ സൂപ്പർ കിങ്സിനായി വീണ്ടും ഒരു മികച്ച ഇന്നിംഗ്സുമായി ചെന്നൈയെ മുന്നോട്ട് നയിക്കുകയായിരുന്നു മലയാളി സൂപ്പർ താരം, നമ്മുടെ സ്വന്തം താരം സഞ്ജു വി സാംസൺ. 32 പന്തിൽ 4 ഫോറും 3 സിക്സറും ഉൾപ്പെടുത്തായിരുന്നു സഞ്ജുവിന്റെ ഇന്നിംഗ്സ്. അർദ്ധ സെഞ്ചുറിക്കായി ഇനി വെറും 2 റൺസ് മാത്രം മതി. അപ്പോഴാണ് യുവ പേസറായ കാർത്തിക് ത്യാഗിയുടെ ബൗളിംഗിൽ അദ്ദേഹം ക്ലീൻ ബോൾഡ് ആവുന്നത്. ആ പുറത്താവലിൽ സഞ്ജുവിനെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഒരുപക്ഷെ ആ മത്സരത്തിലെ ഏറ്റവും മികച്ച പന്തിലായിരുന്നു സഞ്ജുവിന്റെ പുറത്താകൽ. സഞ്ജുവിന്റെ പുറത്താവൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ 12ാമത്തെ ഓവറിലായിരുന്നു അദ്ദേഹം പുറത്തായത്. ഡെവാൽ ബ്രേവിസിനൊപ്പം മികച്ചൊരു കൂട്ടുകെട്ടുമായി അദ്ദേഹം ടീമിനെ വലിയ സ്കോറിലേക്ക് നയിക്കവെയായിരുന്നു ആ വിക്കറ്റ് വീണത്. 11 ഓവറുകൾക്ക് ശേഷം CSK 2 വിക്കറ്റിന് 105 റൺസ് എന്ന നിലയിലായിരുന്നു. 12ാമത്തെ ഓവർ എറിയാനെത്തിയത് കാർത്തിക് ആയിരുന്നു. 12ാം ഓവറിലെ ആദ്യ പന്തിൽ ഒരു ബാക്ക് ഓഫ് ലെഗ് സ്ലോ ബോളാണ് കാർത്തിക് ത്യാഗി പരീക്ഷിച്ചത്. പക്ഷേ ലോങ് ഓഫിന് മുകളിലൂടെ വെടിയുണ്ട കണക്കെയുള്ള ഒരു സിക്സറുമായിട്ടാണ് സഞ്ജു ആ പന്തിനെ വരവേറ്റത്. ഫോമിലുള്ള ഒരു ബാറ്റ്സ്മാന്റെ എല്ലാ ആത്മവിശ്വാസവും നിറഞ്ഞ ഒരു ഷോട്ടായിരുന്നു സഞ്ജു ആ പന്തിൽ അടിച്ചത്. അതായത് അത്രയും മികച്ച രീതിയിൽ തന്നെ ആ പന്തിനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട്, ഇങ്ങനെയായിരിക്കും ആ പന്ത് എന്നുള്ളൊരു കാൽക്കുലേഷൻ സഞ്ജുവിന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ആ പന്തിനെ സഞ്ജു അടിച്ച് സിക്സറിലേക്ക് എത്തിക്കുന്നു. അടുത്ത പന്ത് അതൊരു മാജിക്കൽ പന്തായിരുന്നു. ഷിയർ പേസ് കൊണ്ട് നിറഞ്ഞ പന്തായിരുന്നു. ഇഫ് യു മിസ് യു വിൽ ഗോൺ എന്ന തരത്തിലുള്ള പന്തായിരുന്നു അത്. തൻ്റെ ആദ്യ പന്തിലെ പിഴവിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ത്യാഗി പെട്ടെന്ന് തന്നെ പ്ലാനിൽ മാറ്റം വരുത്തുന്നു. തീയുണ്ട കണക്കെയുള്ള ഒരു ബോളായിരുന്നു പുറകെ വന്നത്. ഏതാണ്ട് 150 കിലോമീറ്ററിനടുത്ത് 148-149 കിലോമീറ്ററിൽ ഉള്ള വേഗതയുള്ള ഒരു ലെങ്ത് പന്തായിരുന്നു ത്യാഗി സഞ്ജുവിനെതിരെ 2ാം പന്തായി എറിഞ്ഞത്. സഞ്ജു ഇത്ര വേഗതയിൽ ഒരു പന്ത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ആ സമയത്ത് യാതൊരു ഫുട് മൂവ്മെന്റും ഇല്ലാതെ ആഞ്ഞു വീശാനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രമം. പക്ഷേ ബോളിന്റെ വേഗത കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ട് നേരെ വിക്കറ്റിൽ പതിക്കുകയായിരുന്നു. അതോടെ സഞ്ജുവിന് നിരാശനായി ക്രീസ് വിടേണ്ടി വന്നു. ലൈനിലും ലെങ്തിലും വേഗതയിലുമെല്ലാം അദ്ദേഹം പൊടുന്നനെ ത്യാഗി വരുത്തിയ ആ മാറ്റമാണ് ആ വിക്കറ്റിന് വഴിയൊരുക്കിയത്. ആ പന്തിൽ, ആ മാജിക്കൽ പന്തിൽ സഞ്ജുവിന്റെ വിക്കറ്റ് തെറിക്കുകയും ചെയ്തു. മാത്രമല്ല, ഈ വിക്കറ്റ് എടുത്തപ്പോഴും കാർത്തിക് ത്യാഗി വലിയ സെലിബ്രേഷൻ ഒന്നും നടത്തിയതുമില്ല. സഞ്ജുവിന് നൽകേണ്ട ബഹുമാനം അദ്ദേഹം നൽകുകയും ചെയ്തു. നോ വൈൽഡ് സെലിബ്രേഷൻ, ജസ്റ്റ് എ കാം മൊമെന്റ്. ആ സമയത്ത് തീർച്ചയായും ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഏതാണ്ടൊരു 5 വർഷം മുമ്പുള്ള ഒരു IPL രാത്രിയിലേക്കാണ്. സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയിൽ രാജസ്ഥാനായി IPL ചരിത്രത്തിലെ ഏറ്റവും മികച്ച ലാസ്റ്റ് ഓവർ കാർത്തിക് ത്യാഗി എന്ന അന്നത്തെ 20കാരൻ എറിഞ്ഞ അതേ രാത്രി. അന്നത്തെ രാത്രി എന്ന് പറയുമ്പോൾ 2021 സെപ്റ്റംബർ 21. ആ രാത്രിയിൽ ശരിക്കും രാജസ്ഥാൻ്റെ കോച്ചായിരുന്ന കുമാർ സംഗാക്കാരെ തുള്ളിച്ചാടുകയായിരുന്നു. കാർത്തിക് ത്യാഗിയുടെ അവസാന ഓവറിലെ അവസാന പന്തും എറിഞ്ഞതിനു ശേഷം തുള്ളിച്ചാടിക്കൊണ്ട് ഗ്രൗണ്ടിലേക്ക് ഓടിയെത്തുന്ന സംഘയെ ഒരുപക്ഷെ ശ്രീലങ്കൻ ജേഴ്സിയിൽ കളിച്ചിരുന്ന കാലത്ത് പോലും അങ്ങനെ ഒരു രൂപത്തിൽ അധികമാരും കണ്ടിട്ടുണ്ടാവണമെന്നില്ല. ഒരു തുള്ളിച്ചാടുന്ന സംഘക്കാര. ഇനി മറുവശത്ത് അപ്പുറത്താവട്ടെ എതിർ ഡഗ്ഔട്ടിൽ, എതിർ ടീമായ പഞ്ചാബിന്റെ ഡഗ്ഔട്ടിലാണെങ്കിൽ ആ സമയത്തെ കോച്ച് അനിൽ കുംബ്ലെയുടെ മുഖം പതിവ് പോലെ വലിഞ്ഞ് മുറുകി നിൽക്കുന്നുണ്ട്. ക്യാപ്റ്റൻ KL രാഹുൽ, അന്ന് പഞ്ചാബിന്റെ ക്യാപ്റ്റനായിരുന്നു KL രാഹുൽ, തല താഴ്ത്തിയിരിക്കുന്നുണ്ട്. അന്ന് രാജസ്ഥാൻ റോയൽസിനെതിരായ മത്സരത്തിൽ അനായാസ വിജയത്തിന് തൊട്ടടുത്ത് നിന്നാണ് KL രാഹുലും സംഘവും ജയം കൈവിട്ട് കളഞ്ഞത്. അന്നത്തെ അത്ഭുത ജയത്തിന് രാജസ്ഥാൻ നന്ദി പ്രധാനമായും പറഞ്ഞത് കാർത്തിക് ത്യാഗി എന്ന ഈ യുവ പേസ് ബോളറോടാണ്. ഫ്ലാഷ് ബാക്ക് ആണ്. രാജസ്ഥാൻ മുന്നോട്ട് വെച്ച 186 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ പഞ്ചാബ് അന്ന് 19 ഓവറുകൾ പിന്നിടുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 182 റൺസ് എന്ന നിലയിലായിരുന്നു. അവസാന 6 പന്തിൽ 4 റൺസ് മാത്രമാണ് അന്ന് ജയിക്കാൻ വേണ്ടിയിരുന്നത്. 8 വിക്കറ്റുകളും ശേഷിക്കുന്നുണ്ടായിരുന്നു.
എന്നാൽ കാർത്തിക് ത്യാഗി എറിഞ്ഞ അവസാന ഓവറിൽ പഞ്ചാബ് കളി മറക്കുകയായിരുന്നു. അല്ല, ത്യാഗിയുടെ പന്തുകൾക്ക് മുന്നിൽ അവർ അസ്ത്രപ്രജ്ഞനായി നിൽക്കുകയായിരുന്നു. അന്ന് അവസാന ഓവറിൽ സ്ട്രൈക്ക് ചെയ്തത് എയ്ഡൻ മാർക്കറുമായിരുന്നു. സ്ട്രൈക്ക് ചെയ്ത എയ്ഡൻ മാർക്കറിന് ആദ്യ പന്തിൽ റൺസ് നേടാനാവില്ല. ഇറ്റ്സ് എ ഡോട്ട് ബോൾ എന്ന് കമന്ററി പറയുന്നു. രണ്ടാം പന്തിൽ സിംഗിളാണ്. മൂന്നാം പന്തിൽ 32 റൺസ് നേടി നിക്കോളാസ് പൂരനെ ത്യാഗി പുറത്താക്കുന്നു. ക്യാച്ച് ടു വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ. പിന്നീട് ഇറങ്ങിയത് ദീപക് ഹൂഡയാണ്. ദീപക് ഹൂഡയ്ക്ക് നാലാം പന്തിൽ റൺസ് നേടാനായില്ല. ഓർക്കണം, എയ്ഡൻ മാർക്കറും നിക്കോളാസ് പൂരനും ദീപക് ഹൂഡയും ഒക്കെ പക്ക T20 മെറ്റീരിയലുകളാണ്. കൂറ്റിനടികൾക്ക് പേര് കേട്ടവരാണ്. അവരെയാണ് ത്യാഗി എന്ന പുതുമുഖ താരം ഇന്ത്യൻ ബ്രെറ്റ്ലി എന്ന് കുരുക്കിയിട്ടത്. അഞ്ചാം പന്തിൽ ദീപക് ഹൂഡയെയും കാർത്തിക് ത്യാഗി മടക്കിയതോടെ അവസാന പന്തിൽ പഞ്ചാബിന് ജയിക്കാൻ വേണ്ടിയിരുന്നത് 3 റൺസാണ്. ഫാബിയൻ അലന് അവസാന പന്തിൽ ഒന്നും ചെയ്യാനാവാതെ പോയതോടെ 2 റൺസ് ജയം അന്ന് രാജസ്ഥാൻ സ്വന്തമാക്കുന്നു. അത്ഭുത ജയം. ഓഫ് സൈഡിന് പുറത്തെ കൃത്യമായ ഒരു യോർക്കർ ലെങ് പന്തായിരുന്നു അവസാന പന്ത്. ആവേശകരമായ മത്സരത്തിൽ അത്ഭുത ജയം തന്നെയാണ് അന്ന് രാജസ്ഥാൻ നേടിയെടുത്തത്. അന്ന് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ 14ാം സീസണിൽ ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ പഞ്ചാബിനെതിരെ രാജസ്ഥാൻ റോയൽസ് ചരിത്ര വിജയം നേടിയപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് മുഴങ്ങിക്കേട്ട ചോദ്യം ഇതായിരുന്നു: ഇതിലും മികച്ച രീതിയിൽ ലാസ്റ്റ് ഓവർ നിങ്ങൾക്ക് എറിയാനാകുമോ? 19 ഓവറുകൾ നീണ്ട പഞ്ചാബിൻ്റെ അധ്വാനത്തെയാണ് ഒരൊറ്റ ഓവറിൽ കാർത്തിക് ത്യാഗി എന്ന 20 വയസ്സുകാരൻ അന്ന് നിഷ്ഫലമാക്കിയത്. താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച അവസാന ഓവർ എന്നാണ് ത്യാഗിയുടെ ബോളിങ്ങിന് അന്ന് മുൻ ഇംഗ്ലീഷ് താരമായ ഗ്രെയിൻ സ്വാൻ സർട്ടിഫിക്കറ്റ് നൽകിയത്. 4 ഓവറിൽ 29 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റാണെന്ന് കാർത്തിക് നേടിയത്. പിന്നീടുള്ള 4-5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം പരിക്കിൻ്റെ കാലത്തിന് ശേഷം IPL-ൽ തിരസ്കരിക്കപ്പെട്ട കാലത്തിന് ശേഷം വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ചിലത് കാണാനും ചിലത് കാണിക്കാനും.